ദുനിയാവിൽ ഏറ്റവും വലിയ ഭാഗ്യമുള്ള അവയവം ഏതാ? കണ്ണും നാവും തന്നെ. കണ്ണും നാവും തന്നെ. പരലോകത്തെ ഏറ്റവും ഭാഗ്യമുള്ള അവയവം കണ്ണും നാവുമാണ്. ദുനിയാവിൽ ഏറ്റവും വലിയ ഭാഗ്യമുള്ള അവയവം കണ്ണും നാവുമാണ്. അറിയട്ടെ ജനങ്ങളെ, കണ്ണിന്റെ ഭാഗ്യം വലിയ ഭാഗ്യം, വല്ലാത്ത ഭാഗ്യമല്ല. ചിന്തിക്കും. 10,000 കൊല്ലം ഒരാൾ സുജൂദിൽ കിടന്നു എന്ന് സങ്കല്പിക്കുക. ഒരാൾ 10,000 കൊല്ലം സുജൂദിൽ കിടന്നു എന്ന് സങ്കല്പിക്കുക. ഒരാൾ ഇത്വാഅത്തിന്റെ മനസ്സോടുകൂടെ ഈമാനോടുകൂടെ ഒരു സെക്കൻഡ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ കണ്ടുവെന്ന് സങ്കല്പിക്കുക. ഇവരിൽ അഷ്റഫായ ആളാര്? അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കപ്പറ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇവന്റെ കണ്ണുകൊണ്ട് റസൂലുള്ളാഹിനെ കാണുന്ന അകത്തിലായി അല്ലാഹു റസൂലിന്റെ കണ്ണുകൊണ്ട് ഇവനെ നോക്കി. ഒരാളെ 1000 കൊല്ലം 5000 കൊല്ലം 10,000 കൊല്ലം സുജൂദിൽ കിടക്കുന്നതിന് മേലെയാണ് ഇത്വാഅത്തിന്റെ മനസ്സോടെ മുഅ്മിനായി മുത്തുനബിയുടെ സവിധത്തിൽ ഒരു സെക്കൻഡ് നിൽക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ഭാഗ്യം കൊണ്ടുവന്ന അവയവം കണ്ണാണ്. അതിനേക്കാൾ വലിയ ഭാഗ്യം ഇല്ല. എന്തുകൊണ്ട്? ഖുർആൻ ഖിറാഅത്ത് മറാത്ത് ഓതിയാൽ സ്വർഗ്ഗം ഉറപ്പുണ്ടോ? ഉറപ്പില്ല. ഖുർആൻ മുഴുവനും പഠിച്ചു, സ്വർഗ്ഗം ഉറപ്പുണ്ടോ? ഉറപ്പില്ല. ചിന്തിക്കും. ഖുർആന്റെ അർത്ഥത്തിൽ ഒരാൾ ഗവേഷണം നടത്തി സ്വർഗ്ഗം ഉറപ്പുണ്ടോ? ഉറപ്പില്ല. ഖുർആനിന്റെ ഗവേഷണത്തിലായിരുന്നല്ലോ ചേകനോ. ഖുർആൻ തിരിച്ചും മറിച്ചും വലിയ വലിയ വാദപ്രതിവാദ സ്റ്റേജുകളിൽ ഉദ്ധരിച്ചവനായിരുന്നല്ലോ ചേകനോ. ഖുർആന്റെ പ്രത്യക്ഷതയിൽ വ്യാഖ്യതയുള്ള ആളായിരുന്നല്ലോ ചേകനോ. എന്തുകൊണ്ട് ഈ ഉമ്മത്ത് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഓത്തുകാരി ആരാണെന്ന് മഹാന്മാര് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ ഓത്തുകാരാരാ? അത് ഖവാരിജാണ്. ഖുൽ ഹൽ നനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലൻ الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇസ്മാഇൽ ഹഖ് ബറൂസവി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ റൂഹുൽ ബയാനിൽ പറയുന്നത് ഈ ആയത്ത് ഗൈബിയായ മുഅ്ജിസത്താണ് മുസ്തഫ നബിയുടെ ഈ ജനത ഈ ആയത്തിറങ്ങുമ്പോൾ ആ ജനത ലോകത്ത് ഇല്ല. ഇവർ ഖവാരിജായി പിന്നീട് അലി ബിൻ അബി ത്വാലിബ് തങ്ങളുടെ കാലത്ത് പൊട്ടിപ്പുറപ്പെട്ടു. സയ്യിദ്ന അലി, ഉറക്കപ്പറ, സയ്യിദ്ന അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ടു ഖവാരിജ്. യഖറഊനൽ ഖുർആന ഫയബ്കൂന. ഖുർആനോടും കരയും, ഓതും കരയും. ഓതും കരയും, ഓതും കരയും. ഖുർആനോടും കരയും, ഖുർആനോടും കരയും. കാനു അശദ്ദന്നാസി ബുകാഅൻ മിൻ ഖിറാഅത്തിൽ ഖുർആൻ. ഖുർആനോട് ലോകത്തെ ഏറ്റവും പൊട്ടിക്കരഞ്ഞത് ഇവരായിരുന്നു. ഇവർ വരുന്നതിന് മുമ്പേ ഇവരെ പറ്റി പുണ്യനബി എന്താ പറഞ്ഞത്? ഇവരെ പറ്റി പുണ്യനബി പറഞ്ഞത് അവർ നരകത്തിലെ നായകളാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഖവാരിജ് കിലാബു അഹ്ലിന്നാർ ലാ യഖ്ബലുല്ലാഹു മിൻഹും സർഫൻ വലാ അദ്ല. അല്ലാഹു ഒന്നും അവരുടെ സ്വീകരിക്കുകയില്ല. കടലാസിന്റെ ഉള്ളിൽ ചെയ്താലും കടലാസിനെ പുറത്ത് ചെയ്താലും അള്ളാഹു അവരെ ഒന്നും സ്വീകരിക്കില്ല. അള്ളാഹു അവരെ സ്വീകരിക്കുന്നില്ല, ഒരിക്കലും സ്വീകരിക്കില്ല. ഒരിക്കലും. ഇന്ന് അവർ ഓടിയിട്ടുണ്ട്. പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നു. ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യത്തിന്റെ അവയവം ആഖിറത്തിൽ കണ്ണാണെന്ന് ഞാൻ സ്ഥാപിച്ചു. ദുനിയാവിലും കണ്ണാണെന്ന് ഇതാ പറഞ്ഞു തരാണ്. എന്തുകൊണ്ട്? ഒരാൾ 1000 കൊല്ലം ഖുർആൻ ഓടിയാൽ സ്വർഗത്തിൽ കിടക്കുന്ന ഉറപ്പൊന്നുമില്ല.
എന്നാൽ ഒരു സെക്കൻഡ് സ്വഹാബിയായാൽ സ്വർഗവാസിയാണ്. ആ സ്വഹാബി കന്നുജും ഫബിഅയ്ഹി മുഖ്തദൈതും ഇഹ്തദൈതും എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കപ്പറ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ്. അപ്പൊ വലിയ വിഷയം എന്താണെന്നറിയോ? കണ്ണിൽ നിറക്കണം. കണ്ണ് ഒഴിപ്പാടോടുകൂടി കണ്ണിൽ ഇങ്ങോട്ട് നിറയണം. കണ്ണിൽ നിറഞ്ഞാൽ കൽബിൽ നിറയും. കൽബിൽ നിറഞ്ഞാൽ നാവിൽ നിറയും. കണ്ണിൽ നിറഞ്ഞാൽ കൽബിൽ നിറയും. കൽബിൽ നിറഞ്ഞാൽ നാവിൽ നിറയും. അലം നജഅലു ഐനൈനി വലിസാനൻ വശഫതൈനി. അല്ലാഹുവിനെ കണ്ണിൽ നിറക്കാൻ ചിന്തിക്കണം. രണ്ടാളെ കണ്ണിൽ നിറക്കാൻ കഴിയലാണ്. ഒന്ന് അള്ളാനെയും റസൂലിനെയും. അള്ളാനെ ദുനിയാവിൽ കണ്ണിൽ നിറക്കാൻ ഒരു വഴിയില്ല. പക്ഷെ അള്ളാന്റെ അടയാളങ്ങളെ കണ്ണിൽ നിറക്കുക. ആ കണ്ണിൽ നിന്ന് ആ അടയാളങ്ങൾ നേരെ കൽബിലേക്ക് വരും. എന്നിട്ട് എപ്പോഴും അള്ളാനെ പറ്റി പറയാം. അതാണ് ലോകത്തെ ഏറ്റവും വലിയ നന്മ. അള്ളാഹുവിന്റെ ഫനാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമത്തെ അള്ളാന്റെ രഹസ്യമായ അടിമയെ പറ്റി കണ്ണിൽ നിറക്കുക. അല്ലാഹുവിന്റെ രഹസ്യമാണ് മുഹമ്മദ്. സിറുൽ ഖൽഖാണ് മുഹമ്മദ്. മുഹമ്മദ് അല്ലാഹുവിന്റെ സിറുൽ ഖൽഖാണ് മുഹമ്മദ്. തഹയ്യറത്തിൽ അഫ്കാറു ഫീ വസ്ഫി മഅനാഹു. മുഹമ്മദ് അല്ലാഹുവിന്റെ സൃഷ്ടിത്വത്തിന്റെ രഹസ്യമാണ്. മനുഷ്യനല്ലേ? അതെ, രഹസ്യം. പക്ഷെ രഹസ്യം മനുഷ്യനല്ലേ ഇയാൾ? അതേ രഹസ്യം മനുഷ്യനാണ്. നിങ്ങൾ മുഹമ്മദ് നബി എന്ന ആളെ നിങ്ങൾ പറഞ്ഞ് മനുഷ്യനല്ല നാക്കുകയാണോ മൗലവി? അല്ല, മനുഷ്യൻ തന്നെ, പക്ഷെ രഹസ്യമാണ്. എന്താ മനുഷ്യൻ രഹസ്യം? കൂടെ മനുഷ്യനാണ്, പക്ഷെ രഹസ്യമാണ്. മുഹമ്മദ് അവർക്ക് പറ. മുഹമ്മദ് പ്രപഞ്ചത്തിന്റെ മിഫ്താഹ് സിർ മുഹമ്മദാണ്. സിറുൽ ഖൽഖ് മുഹമ്മദാണ്. സിറുൽ വുജൂദ് മുഹമ്മദാണ്. മുഹമ്മദ് മുസ്തഫാക്ക് ആയിരക്കണക്കിന് അപരനാമങ്ങളുണ്ട്. ഒരു നാമം സിറുൽ വുജൂദ് എന്നാണ്. സൂഫിയാക്കൾ അവരുടെ മുഹാബറകളിൽ നബിയെ പറയുക സിറുൽ വുജൂദ് എന്നാണ്. ഉണ്മയുടെ രഹസ്യമാണ് മുഹമ്മദ്. വിശ്വാസം എന്നാൽ രണ്ടാളെ കണ്ണിൽ നിറക്കലാണ്. ഒന്ന് അല്ലാഹുവിനെയും ഒന്ന് അല്ലാഹുവിന്റെ റസൂലിനെയും. കണ്ണിൽ നിറഞ്ഞാൽ കൽബിൽ നിറയും. കൽബിൽ നിറഞ്ഞാൽ നാവിൽ നിറയും. എന്തിനാ കണ്ണിൽ നിറക്കാൻ പറഞ്ഞത്? കണ്ണിൽ നിറക്കാൻ പറഞ്ഞത് കൽബിൽ നിറയാനാ. കണ്ണിൽ നിറയാതെയും കൽബിൽ നിറയും. എന്തുകൊണ്ട്? കണ്ണിൽ കാണാൻ വഴിയില്ല. അപ്പോൾ പിന്നെ അടയാളങ്ങളെ കണ്ണിൽ കണ്ടു അല്ലാഹു ജല്ല ജലാലിനെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ അടയാളങ്ങളെ കണ്ണിൽ നിറച്ചു. കണ്ണിൽ നിറച്ചപ്പോൾ വായിൽ ഹൃദയത്തിൽ നിറച്ചു. ഹൃദയത്തിൽ നിറച്ചാൽ നാവിൽ നിറച്ചു. എന്താ നാവ്? കണ്ണ് നാവിലെത്തുമ്പോൾ സനായി രൂപപ്പെടും. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതൊരു പ്രത്യേക പ്രോസസിംഗ് വർക്കാണ്. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കയറും. ഇവിടെ കണ്ടത് ഖബൂൽ ഇത്വാഅത്തോടുകൂടെ ഇവിടെ ബോധ്യപ്പെട്ട സാധനം തിരിച്ച് ഇവിടെ എത്തുക സനാ ആയിട്ടാണ്. മദ്ഹ് സനാ. അല്ലാഹു തൗഫീഖ് തരട്ടെ.